ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറഞ്ഞാൽ എന്താ പ്രധാനമായിട്ട് പത്മ മിസ്സിങ് ആവുകയാണ് വീട്ടിൽ നിന്നും. അപ്പോൾ പത്മ വിഷമിച്ച് ഇറങ്ങിപ്പോയതാണെന്നൊക്കെ അഞ്ജലിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഞ്ജലി വേഗം തന്നെ കൂട്ടുകാരെയും കൂട്ടിയിട്ടൊക്കെ പത്മയെ തേടി ഇറങ്ങും. അവസാനം പത്മയെ കണ്ടെത്തും. അപ്പൊ പത്മ പറയാണ് താൻ കാരണമാണ് അഞ്ജലിക്ക് ഇത്രയധികം വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത്. അപ്പൊ അതൊന്നും തനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇറങ്ങിപ്പോയത് എന്ന് പത്മ പറയുകയാണ്. പക്ഷെ വേറൊരു കാര്യം കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഞ്ജലി ഞെട്ടിപ്പോകുന്നത്, വിഷമിച്ചു പോകുന്നത്. അതായത് തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ നോട്ടുമാല ഇട്ട് ഈ കാർത്തിക് അപമാനിച്ചു എന്ന് അഞ്ജലി അറിയുകയാണ്. അത് കേൾക്കുമ്പോൾ രക്തം തിളക്കുകയാണ് അഞ്ജലിയുടെ. അപ്പോൾ അതിന് എന്താണെങ്കിലും പകരം ചോദിച്ചേ പറ്റുള്ളൂ എന്ന് അഞ്ജലി അപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എന്താണെങ്കിലും പത്മയെ ആശ്വസിപ്പിച്ച് പത്മ തിരിച്ചു പോവില്ല, ഞാൻ ഇവിടെ പൊക്കോളാം എന്നൊക്കെ പറയുമെങ്കിലും അതിന് നമ്മുടെ അഞ്ജലി സമ്മതിക്കില്ല. അങ്ങനെ അഞ്ജലി പത്മയെ കൂട്ടുകാരോടെ തിരിച്ച് വീട്ടിലേക്കൊക്കെ അയക്കും. അപ്പോൾ അതിന് പകരം വീട്ടാനായിട്ട്, പകരം തിരിച്ച് കണക്ക് ചോദിക്കാനായിട്ട് അഞ്ജലി ഇറങ്ങിത്തിരിക്കുന്ന ഒരു സീനാണ് ഇന്നത്തെ എപ്പിസോഡ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ടർഫിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തികിന്റെ അടുത്തേക്ക് അഞ്ജലി ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് കാർത്തികിനെ നോക്കിയിട്ട് രക്തം തിളച്ച് നിൽക്കുന്ന ഒരു അഞ്ജലിനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാർത്തിക്. അപ്പോൾ ക്രിക്കറ്റ് കളിച്ച് ബോൾ അടിക്കുന്നതിന് അഞ്ജലിയെ ക്യാച്ച് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് കാർത്തിക് അഞ്ജലിയെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊമോയിൽ അഞ്ജലി ഷാളൊക്കെ കൂട്ടി കെട്ടിക്കാര്യത്തിലൊക്കെ വലിച്ചു മുറിച്ച് എന്താ പറയുക, കാർത്തികിനെ കൈകാര്യം ചെയ്യുന്ന ഒരു സീനാണ് പ്രൊമോയിൽ വളരെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് മെയിൻ ആയിട്ട് പ്രൊമോയിൽ കണ്ടത്. കാർത്തികിന് വേണ്ട രീതിയിൽ തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ നോട്ടുമാല ഇട്ടു എന്ന് അഞ്ജലി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ചോദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അഞ്ജലി. അപ്പോൾ മെയിനായിട്ട് അതാണ് ശരിക്കും ഞാൻ പ്രൊമോയിലുണ്ടായിരുന്നത്. പിന്നെ അതിനൊപ്പം തന്നെ പ്രൊമോയിലുണ്ടായിരുന്ന മെയിനായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് പത്മയ്ക്ക് ആത്മവിശ്വാസം ശരിക്കും പറഞ്ഞാൽ അഞ്ജലി കൊടുക്കുകയാണ്. ശരിയാണ്, കേസിൽ നിന്ന് അഞ്ജലി പിന്മാറി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒന്നും അവസാനിക്കുന്നില്ല. ശിക്ഷ ഉറപ്പായിട്ടും കാർത്തികിനെ നേടി കൊടുക്കുവാനായിട്ട് പറ്റും, അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം അഞ്ജലി കേസിൽ നിന്ന് പിന്മാറി എന്നുള്ളത് സത്യമാണ്. പക്ഷെ എങ്കിൽ പോലും തെളിവുകൾ ഇല്ലാതാകുന്നില്ല. തെളിവുകളല്ല ഇപ്പോഴും തൻ്റെ കയ്യിൽ ഭദ്രമാണ് എന്ന് ശരിക്കും അഞ്ജലി പറയുകയാണ് പത്മയോട്. അപ്പം പ്രതീക്ഷ വീണ്ടും പത്മയ്ക്ക് അഞ്ജലി കൊടുക്കുകയാണ്. ഒരുപക്ഷെ അഞ്ജലിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ കേസ് ഇനിയും വാദിക്കാനായിട്ട് തനിക്ക് പറ്റും, അതിനൊരു അവസരം ദൈവമായിട്ട് ഒരുക്കി കൊടുക്കുന്നൊക്കെ ശരിക്കും അഞ്ജലി വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അഞ്ജലി അങ്ങനെ ഒരു ആത്മവിശ്വാസം പത്മയ്ക്ക് കൊടുക്കുന്നത്. കാരണം അമ്മയുടെ മനസ്സ് മാറും എന്നൊരു പ്രതീക്ഷ, ഒരു ചെറിയൊരു നേരിയ പ്രതീക്ഷ അഞ്ജലിക്ക് ഉറപ്പായിട്ടും മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് പത്മയ്ക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ശരിക്കും പറഞ്ഞാൽ അഞ്ജലി കൊടുക്കുന്നത്. എന്താണെങ്കിലും ന്യായം തന്റെ ഭാഗത്താണ്, ന്യായം പത്മയുടെ ഭാഗത്താണ്. അതിന് ഉറപ്പായിട്ടും ഒരു ന്യായമായ വിധിയൊക്കെ ഉണ്ടാക്കിയെടുക്കും, ദൈവം അതിനുള്ള വഴി കാട്ടിക്കൊടുക്കുമെന്ന് ശരിക്കും പറഞ്ഞാൽ അഞ്ജലി വിശ്വസിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു പ്രമേയമാണ് വന്നിട്ടുള്ളത്. നാളത്തെ എപ്പിസോഡിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. കൂടുതൽ വീഡിയോസിനൊക്കെ അതിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.